ആമി ഏയ് എന്തു പറ്റി? ഏയ് എന്ത് പറ്റിയെന്ന്? എന്തിനെങ്ങനെ മുഖം വീർപ്പിക്കുന്നേ? ഇവിടെ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അതിന് ധൈര്യമുള്ള ആരാ ഇവിടെ ഉള്ളത്? പിന്നെന്താ പറ്റിയേ? നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ? എടീ, നിന്നെ പറ്റി ചിന്തയുള്ളതുകൊണ്ടല്ലേ ഞാൻ കൃത്യമായിട്ട് എന്ന് ജോലിക്ക് പോന്നേ. വൈകിട്ടേ ഇങ്ങനെ മടങ്ങി വരുന്നേ? ഓ, ഇങ്ങനെ മടങ്ങി വന്നാലും മതി. പിന്നെ എങ്ങനെ മടങ്ങി വരണം? സ്വന്തം ഭാര്യയെ കാണാൻ വരുമ്പോ ഇങ്ങനെ വെറും കൈയോടെയാണോ വരുന്നത്? എനിക്കെന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോണ്ട് വന്നൂടെ? ചേടാ, ഇതൊക്കെ എപ്പോ മുതല്? ഇപ്പൊ മുതല്. എന്ത്? എന്താ അങ്ങനെ ചെയ്യുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഓ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ പെട്ടെന്നൊക്കെ വന്ന് പറഞ്ഞാ ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ? ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഇതൊക്കെ അവളുടെ മനസ്സറിഞ്ഞ് സ്വയം ചെയ്യും. ഓഹോ, ഇത് അവന്റെ പണിയല്ലേ? തെണ്ടി അളിയാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഗർഭിണിയായ ഭാര്യമാരോട് ഭർത്താക്കന്മാര് കുറച്ചൊക്കെ മര്യാദ കാണിക്കണം. എന്നിട്ട് ഈ നിസ്സാര കാര്യം പോലും ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വന്നില്ലേ? ഇതാ പറയുന്ന സ്നേഹം വേണം, സ്നേഹം. എന്റെ പൊന്നാമി, നീ ചെറിയ കാര്യം വെച്ച് എന്റെ സ്നേഹം അളക്കാൻ നിൽക്കല്ലേ. നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. ഇതൊരു കുടുംബ കലഹമാക്കി മാറ്റരുത് പ്ലീസ്. കലഹമല്ലല്ലോ, ഇത് പ്രണയമല്ലേ? ആണോ? ആയിക്കോട്ടെ, പക്ഷെ രണ്ടും ഒന്നാക്കി മാറ്റരുതെന്നാ പറഞ്ഞേ. നീ വാ, നമുക്ക് ഇപ്പൊ തന്നെ പുറത്തുപോയി എന്താന്ന് വെച്ചാൽ വാങ്ങിക്കഴിക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം പൂജയും കൂടെ വിളിക്കാം. എല്ലാരും കൂടി ആകുമ്പോ ഒരു രസമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് രസിക്കണ്ട. പൂജയില്ലാത്ത നിങ്ങൾക്ക് ഇപ്പൊ ആഹാരം ഇറങ്ങൂലല്ലേ? ആമി ആമി ഭൂമി. ഇവള് എന്തോന്നത്? എന്നാലും എന്റെ ആളിയാ.